ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ലൊരു കപ്പ പുഴുക്ക കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതും അതുപോലെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റുള്ളൊരു കപ്പ പുഴുക്ക നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്നും ഇതിലേക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അത് നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 സ്പൂൺ കടുകിട്ട് നല്ലപ്പോഴൊന്ന് പൊട്ടിച്ചെടുക്കണം. നല്ലോണം ഒന്ന് പൊട്ടി തീർന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയാണ്. ഒരു 5 ഇല്ലി വെളുത്തുള്ളി, അതേപോലെ ഒരു 10 ഇല്ലി ചെറിയുള്ളി നല്ലോണം ഒന്ന് ചതച്ചതിലേക്കും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. ഇനി നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വറ്റൽമുളക് നല്ലോണം ഒന്ന് കുത്തി ചതച്ചത് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു 1/2 സ്പൂൺ ചെറിയ ജീരകമാണ്. ഞാൻ ഒരു ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഈ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇല്ലെങ്കിൽ അച്ചിലേക്ക് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്കതിലേക്ക് എരിവിന് ആവശ്യമുള്ള മുളകും പൊടി അതൊരു 3/4 ടീസ്പൂൺ ഞാൻ അവിടെ ചേർത്തിട്ട് നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടത് അതിനനുസരിച്ച് മുളകും പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം 2 സ്പൂൺ തേങ്ങ ചിരവിയത് അതിലേക്കും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും കൂട്ടി നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് വേണ്ടത് കപ്പയാണ് കേട്ടോ. നല്ലോണം ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് നല്ലോണം വേവിച്ച കപ്പയാണ് നമ്മൾ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ കപ്പ ഇതേപോലെ ഉടക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഇതേപോലെ വെല്ലം ഇളക്കി കൊടുത്താൽ മതി. ഇനി ഉടച്ചത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നല്ലോണം ഉടച്ച് ആ മസാലയ്ക്കൊക്കെ ചെയ്യുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് ഇനി ഇതിൻ്റെ കൂടെ സാധാരണ കപ്പൻ്റെ കൂടെ നമ്മൾ മീൻകറിയും ഇറച്ചിക്കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കൽ. ഇതിൻ്റെ കൂടെ അതൊന്നും വേണ്ട, വെറുതെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ തന്നെ സിമ്പിൾ റെസിപ്പി ആയിട്ട് ഇനി ഞാൻ വരട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.